കൊടുക്കും നമ്പർ ആക്കിയിട്ട് 1490 ചോദിക്കണ വില എന്തെങ്കിലും ഇനിയും കുറയും. ശരിക്കും മാർക്കറ്റ് എത്ര ഉണ്ട്? ഏകദേശം 16 രൂപ വരെ മാർക്കറ്റിലെ വണ്ടി. 2016 പോളോ GT നിലവിൽ ഈ ഒരു വിലക്ക് കിട്ടും വണ്ടി? ഇല്ല, ഉറപ്പാണ്. നമസ്കാരം, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിൽ പുളിക്കൽ, പാലക്കാട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുളിക്കൽ എന്നുള്ള ലൊക്കേഷനാണ്. നേരെ പുറകിൽ കാണുന്ന ലാൻഡ്മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് ആണ്. തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വണ്ടികൾ പറഞ്ഞായിരുന്നു. 2018 സ്വിഫ്റ്റ് VDI റേറ്റ് വരുന്നത് 5.5 ലക്ഷം രൂപയുള്ളൂ. ക്യാഷ് ബാക്കും ഫുൾ ലോണും ഒക്കെ കിട്ടുന്നുണ്ടാവും. അതേപോലെ അത്യാവശ്യം നല്ലൊരു ഓൾട്ടോൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോനകത്ത് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഏകദേശം ഒരു 7ഓളം വണ്ടികളും കൂടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോളോ GT ഉണ്ടായിരുന്നു. 6 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾക്ക് ഇനി ഒരു പോളോ GT ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ലോ ബഡ്ജറ്റായിട്ട് ഒരു ഓട്ടോമാറ്റിക് വണ്ടി കൂടെ വന്നിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ ഒരു 2013 സ്വിഫ്റ്റും വന്നിട്ടുണ്ട്. ലോ കിലോമീറ്റർ ലൈറ്റ്. പിന്നെ ഈ പുറകിൽ കാണുന്ന ഇന്നോവ ക്രിസ്റ്റ നിങ്ങൾക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്ന റേറ്റ് 15 ലക്ഷം രൂപയ്ക്കും താഴെയാണ്. മോഡൽ വരുന്നതാണെങ്കിൽ 2018 ഇന്നോവ ക്രിസ്റ്റ കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള കിടിലം പോലത്തെ വണ്ടി. ഇങ്ങനെ ഏകദേശം 100ഓളം കാറുകളാണ് നമ്മൾ ഈ ഒരു മേളേൻ്റെ അകത്തുള്ളത്. തൊട്ട് മുന്നത്തെ വീഡിയോത്ത് കുറേ വണ്ടികളും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പം കൂടെ ഒരു വണ്ടികൾ പരിചയപ്പെടുന്നത്. സോ 2012 മോഡൽ ഡസ്റ്റർ KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഇത് വേരിയന്റ് ഏതാ വരുന്നത്? വേരിയന്റ് RXL എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. ഡീസൽ അല്ലേ? ഡീസൽ. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന. അതെ. ഓക്കെ. അപ്പൊ നിലവിൽ റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. സെക്കൻഡ് ഓണർ കേട്ടോ. 270 വില. 270. വിലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടാവും. ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടാവും? ലോണൊക്കെ ഒരു 70-75%. ഇത് 2019 അൾട്ടോ LXi സിംഗിൾ ഓണർ ആണ്. 80,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. വില അത് 290. 290 ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കൂലേ? വില കുറച്ച് കൊടുക്കാം. LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ടാവുക. ഇപ്പോൾ 2019 ഓൾട്ടോ 800 അതിനെക്കൊണ്ട് ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് മാക്സിമം ചെയ്യാം. നമുക്ക് 2016 LXi KL55 തിരൂര് രജിസ്ട്രേഷൻ. 90,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓക്കെ. 4 പുതിയ ടയർ കാണുന്നുണ്ട്. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. റേറ്റ് എങ്ങനെ വരുന്നത്? 2016 35 നമുക്ക് 2.4 ഫൈൽ കൊടുക്കാം. ലോണൊക്കെയോ? ലോൺ മാക്സിമം ചെയ്യാം നമുക്ക് ഇതിലൊക്കെ. ഓക്കെ. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. എടുക്കുന്ന വേറെ വർക്കൊന്നും വേണ്ടിയില്ലല്ലോ? ഇല്ല. റിയാസ്ക, ലോ കിലോമീറ്റർ സ്വിഫ്റ്റ് എന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? 2013 മോഡൽ VDI സിംഗിൾ ഓണർ 78,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ആകെ 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ അല്ലേ? ജെന്യൂനാ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറയത്തക്ക രീതിയിലൊന്നുമില്ല. ഇപ്പൊ കയറിയതാണ് വണ്ടി. നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാം. വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. അതെ. സിംഗിൾ ഓണർഷിപ്പ് 2013 സ്വിഫ്റ്റ് ഡീസൽ എത്രയ്ക്ക് കൊടുക്കുന്നുണ്ട്? 340. എന്തെങ്കിലും പ്രൈസിൽ എന്തെങ്കിലും വില കുറച്ച് കൊടുക്കാം. ഇനി റേറ്റ് കുറച്ച് കൊടുക്കാം. അതേ സമയത്ത് ലോണൊക്കെ എന്തായാലും 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കയറൂലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഡീസലാണ്. 18-20 റേഞ്ചിൽ എന്തായാലും മൈലേജ് കിട്ടുന്നു. എടുക്കുന്ന വേറെ വർക്കൊന്നും ഇല്ലല്ലോ? നല്ല വണ്ടി. അടുത്തത് 2012 മോഡൽ XS4 ZDI. XS4 ZDI എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിനാണ്. ഫിയാറ്റിന് എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവുക. അതേ സമയത്ത് നമ്മളെ സ്വിഫ്റ്റിലും സ്വിഫ്റ്റ് ഡിസയറിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ ഡീസലില് നല്ല മൈലേജ് കിട്ടൂലേ? നല്ല മൈലേജ് കിട്ടും. 18-20 എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ടാവും. സെഡാൻ വണ്ടിക്ക് ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടല്ലോ. 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോള്, അങ്ങനെയുള്ള ഒരു ഇതെല്ലാം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോസിന് കൂടെ 1 ലാഖ് ഓടിയിട്ടുണ്ട്. കമ്പനി LIs എല്ലാം വരുന്നുണ്ടാവും. ശരിക്കും ഇത് ഇപ്പോൾ ഡിസയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റുപ്യേനെ പുറത്ത് വില ഉണ്ട്. ഇതിപ്പോ SS4 അതിനെ കൊണ്ട് എത്രയ്ക്കാ തരുന്നത്? 235. ഇനിയും കുറയുന്നുണ്ടാവും. ലോണൊക്കെ ഫുൾ ലോൺ ട്രൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞ നമ്മളെ വീഡിയോ ഇട്ടപ്പം കുറെ പേര് പറഞ്ഞ ഇതിന് വില കുറച്ച് വണ്ടി കിട്ടാനുള്ളത്. ഇതിന് വില കുറച്ചിട്ട് ഈ ഒരു ഇന്നോവ കിട്ടുമോ റിയാസ്ക? ഇല്ല. 2018 മോഡൽ G4 ആണിത്. എത്രയ്ക്ക് കൊടുക്കും? നമ്പർ ആക്കിയിട്ട് 1490 ചോദിക്കണ വില എന്തെങ്കിലും ഇനിയും കുറയും. ശരിക്കും മാർക്കറ്റ് എത്ര ഉണ്ട്? ഏകദേശം 16 രൂപ വരെ മാർക്കറ്റിലെ വണ്ടി. കമ്പനി ഹിസ്റ്ററി പക്ക. ഡീറ്റെയിൽ എങ്ങനെയാ വരുന്നത്? ഡീറ്റെയിൽ 2018 മോഡൽ G4 149 കിലോമീറ്റർ ഓടിയുണ്ട്. കമ്പനി ഹിസ്റ്ററി ക്ലിയർ. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. റീവണ്ടി വന്നാൽ സ്വാഭാവികമായിട്ട് കല്ലടിക്കലും ഒട്ടലും ഉണ്ടാവും. വേറെ ഡോറ്, വേറെ ബോണറ്റ്, ഡിക്കി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. G4 എന്നുള്ള വേരിയന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? നമുക്കൊരു 12-13 എത്ര ലോൺ ആയി കയറുന്ന മാക്സിമം പ്രൊഫൈൽ അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കിട്ടും ചെയ്യില്ലേ? മാക്സിമം ലോൺ കിട്ടും. ശരിക്കും 1 ലക്ഷം റുപ്യക്ക് ഉണ്ടെങ്കിൽ ഇന്നോവ ക്രിസ്റ്റ ഇറക്കാൻ വേണ്ടി പറ്റും. നോക്കാം. നമുക്ക് എടുക്കുന്നൊക്കെ വേറെ വർക്കൊന്നും ഇല്ല. ക്ലീൻ പീസ്. അടുത്തത് 2013 A-Star VXi ഓട്ടോമാറ്റിക്
ഓട്ടോമാറ്റിക് AMT ആയിരിക്കും ഗിയർ വരിക. നമ്മളെ വാഗണാറിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് A-സ്റ്റാറിൽ വരുന്നുണ്ടാവുക. ഇപ്പൊ നിലവിൽ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. 2013 A-സ്റ്റാർ ഓട്ടോമാറ്റിക്കലി ഏകദേശം ഒരു 12 റേഞ്ചിൽ 13 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. വാഗണറിന് വെച്ച് നോക്കുന്നേരം ആകെ ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി വാഗണർ ഓട്ടോമാറ്റിക് 265 എന്തെങ്കിലും വില കുറച്ച് കൊടുക്കാം. ഇപ്പൊ കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയുണ്ട്? ഒരുപാട് ഓടിയോ? 70,000 ഓടിയുണ്ട്. 70,000 കിലോമീറ്റർ. ഹിസ്റ്ററി കയറില്ല? ഹിസ്റ്ററിക്കുള്ള ഹിസ്റ്ററി ക്ലിയർ ആണ്. ലോണൊക്കെ എന്താ ചെയ്യാൻ പറ്റും? ലോണൊക്കെ 2-2.25 വരെയൊക്കെ എന്തായാലും ചെയ്യാം. 2-2.25 റേഞ്ച് ലോൺ കിട്ടുന്നുണ്ടാവും. അതെ. ബാക്കി റേറ്റിന് ഫൈനലൊന്നുമല്ലോ, മാക്സിമം നമുക്ക് വില കുറച്ച് കൊടുക്കാം. മാക്സിമം കുറച്ച് കൊടുക്കും അല്ലേ? 2016 പോളോ GT നിലവിൽ ഈ ഒരു വിലക്ക് കിട്ടും വണ്ടി? ഇല്ല. ഉറപ്പാണ്. ഓക്കെ. KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ 2016 പോളോ GT TSI പെട്രോൾ ആണ്. അതെ. 1 above കിലോമീറ്റർ ഓടിയുണ്ട്. നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ എന്താ? നിലവിലൊക്കെ ഫുള്ള് നല്ല വണ്ടിയാ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. മൈലേജ് ഒരു 12 റേഞ്ചിലൊക്കെ എന്തായാലും പെട്രോളിന് കിട്ടൂലേ? 12 ആ റേഞ്ചിലൊക്കെ എന്തായാലും മൈലേജ് കിട്ടും. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതിന്റെ മൈലേജ് നോക്കില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അതെ. വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. എയർ ബാഗ് ചെക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനേക്കാളും വിലയിൽ എന്താ വ്യത്യാസം? നമുക്ക് 5.25 ലക്ഷം രൂപ കൊടുക്കാം. 5.25 ലക്ഷം രൂപയ്ക്ക് പോളോ GT 2016 കുറച്ച് കൊടുക്കാം. ഇനി കുറയും. അതെ. ലോണൊക്കെയോ? ലോണൊക്കെ മാക്സിമം ചെയ്യാം. ഇത് 2011 മോഡൽ LXi വാഗണറാ. KL 52 രജിസ്ട്രേഷൻ ആണ്. അതെ. ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? ഓണർഷിപ്പ് ഇത് 3 ആയിട്ടുണ്ട്. ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ എന്ന വണ്ടിയാണ്. നമ്മുടെ അടുത്ത് വാഗണർ സ്റ്റോക്ക് പ്രാവശ്യം കുറവാണ്. ഓക്കെ. അപ്പൊ അത് 1.99 പാർട്ടി ചോദിക്കണേ. ഈ വിലയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചോദിക്കാം. നിങ്ങളെ വണ്ടിയല്ല, കസ്റ്റമർ വണ്ടിയാണ്. ഓക്കെ. അപ്പൊ ഇതേപോലെ ആർക്കെങ്കിലും ഒക്കെ വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നാ പോരെ? അതെ മതി. അപ്പൊ അവര് വെക്കുന്ന സമയത്ത് നിങ്ങൾ അവരോട് ഓട്ടോമാറ്റിക് ആയിട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ പറയും? അതെ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവർക്ക് വെക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വില വാങ്ങി കൊടുക്കാം. ഓക്കെ. അതായത് എടുക്കുന്ന ആൾക്കും ബെനിഫിറ്റ് ഉണ്ടാവണം, വിൽക്കുന്ന ആൾക്കും ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ. അതെ. ശരി. 2006 മോഡൽ എലൻഡ്ര 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ. ഡീസലാണ്. ഡീസൽ ആകെ 75,000 ഓടിയിട്ടുള്ളൂ. അതെ. ഇത് എഞ്ചിൻ എത്ര വരുന്നുണ്ടാവും അറിയോ? പക്ഷേ ഇത് 75,000 ഒരു മെയിനേ കാണുന്നുള്ളൂ കേട്ടോ. പഴയ പടക്കുതിരിയെ 1.80 കൊടുക്കാം നമുക്ക് ലാസ്റ്റ്. നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയർ ഒക്കെ 1.80 റേറ്റ് വരുന്നുണ്ടല്ലേ? പറഞ്ഞതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സും മോഡലും വരുന്ന വണ്ടിയാണ്, റേറ്റും വരുന്ന വണ്ടിയാണ്. 1.80 2006 എലാൻഡ്ര. അപ്പൊ വർക്കൊന്നും ഇല്ലല്ലോ? ഇല്ല പെൻഡിങ് വർക്കൊന്നുമില്ല. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്റർ. അല്ല, വണ്ടി അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കാണുന്നുണ്ട്. നമ്മളിപ്പോ 2006 പറയുകയാണെങ്കിൽ 2006 ഫിനിഷിംഗ് നമ്മൾ കാണൂല. അത് പൾട്ട് ആണെങ്കിൽ 8 നമ്മൾ കാണാൻ കുറവാണ്. 1.80 വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ. എടുക്കുന്നൊക്കെ പൈസക്കുള്ള മുതലുണ്ടോ? ഉണ്ട്. ശരി. അടുത്ത എറ്റിയോസ് 2018 മോഡൽ എത്തിയോസ് ലിവ GDSP സെക്കൻഡ് ഓണർ റീ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഇനിയിപ്പോ വണ്ടി ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചിട്ടേ. 2018 മോഡൽ GDSP എറ്റിയോസ്. റേറ്റ് എങ്ങനെയാ ചോദിക്കുന്നത്? 5.25 വിലയിൽ എന്തെങ്കിലും ചെറിയ മാറ്റമൊക്കെ വരുത്തി കൊടുക്കാം. ഓക്കെ. എടുക്കുന്നൊക്കെ വിലക്കുള്ള? ഉണ്ട്. നമ്മൾ അത്രയും ഒരു വർഷമായിട്ട് നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. ഇപ്പം 5.25 ലക്ഷം രൂപയ്ക്ക് 2018 റീ രജിസ്ട്രേഷൻ വണ്ടി. കേരള വണ്ടിയാണെങ്കിൽ എന്തായാലും അത് 7 റുപ്യേന്റെ മുകളിലേക്ക് എത്തും. അതെ. 6 റുപ്യ മുകളിൽ ഷുവർ ഷോട്ടാണ്. ലോൺ 4.25 ധൈര്യമായിട്ട് പറഞ്ഞു. അതിന്റെ മുകളിൽ ബാക്കി പ്രൊഫൈലാണ്. അതെ. അടുത്തത് 2013 മോഡൽ റിഡ്സ് VDI KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ ഓടിന്റെ സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി 1 lakh above ഓടിയുണ്ട്. ഹിസ്റ്ററി വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക്. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. ഇല്ല നിലവിൽ വർക്കൊന്നുമില്ല. ഇപ്പൊ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഓക്കെ. വണ്ടി നിലവിലെ കണ്ടീഷൻ എന്താ? നല്ല കണ്ടീഷനാ. എല്ലാം വർക്കിംഗ് ആണ്. ലോണൊക്കെ എത്ര പറയാം? 2013 റിഡ്സ് ഒക്കെ നമുക്കൊരു 2.40 2.40 ആ റേഞ്ച് ഒക്കെ ചെയ്യാം. ഓക്കെ. എന്തായാലും എടുക്കുന്ന പൈസക്കുള്ള മുതലുണ്ടോ? ഉണ്ട്. 2019 ഇക്കോ 7 സീറ്റർ വണ്ടി അല്ലേ? KL07 കൊച്ചി രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്ററോ? 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 19,000 ഓടിയിട്ടുള്ളൂ. അതെ. മീറ്റർ വർക്കിംഗ് അല്ലേ? സെക്കൻഡ് ഓണർ വണ്ടി. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ലോ കിലോമീറ്റർ 2019 ഇക്കോ റേറ്റ് ആണ് ചോദിക്കുന്നത്? 3,45,000. 3.45 ആകെ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇക്കോൻ അല്ലേ? അതെ. ഓക്കെ. ലോണൊക്കെ എത്ര പറയാം? ലോണൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം. ശരി. അടുത്തത് 2013 സ്കോഡ റാപ്പിഡ് KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. അതെ. വേരിയന്റ് ഏതാ വരുന്നത്? ഇത് എലഗൻസ് എന്നുള്ള അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? സിംഗിൾ ഓണർ. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല.
റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1,20,000 കിലോമീറ്റർ. നിലവിൽ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ, ഒക്കെ കഴിഞ്ഞാണ്. എടുക്കുന്ന നിലവിൽ വർക്ക് എന്തെങ്കിലും ഉണ്ടോ? 4 ടയറും അത്യാവശ്യം പുതിയ ടയർ തന്നെ കാണുന്നുണ്ടല്ലേ? അത്യാവശ്യം ബോഡി ഷേപ്പും കാണുന്നുണ്ട്. അതെ. ഇപ്പൊ നിലവിൽ റേറ്റ് എത്ര ചോദിക്കുന്നത്? 2,90,000. 290 റേറ്റ് വെക്കുന്നുണ്ട്. ഫുൾ ലോൺ ഒക്കെ കിട്ടുന്നുണ്ടോ? ഫുൾ ലോൺ ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം വാല്യൂഷൻ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പും കൂടിയാണ്. ഇത് പെട്ടെന്ന് ഓഫർ ഉണ്ടോ? 2019 VXi സിംഗിൾ ഓണർ 65,000 കിലോമീറ്റർ ഓടിയുണ്ട്. എന്നുവെച്ചാൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് പെട്രോൾ അതിനെ കൊണ്ട് VXi ആണോ LXi ആണോ ZXi ആണോ? VXi ആണ്. VXi ഉള്ളൂ, ബാക്ക് വൈപ്പർ ഇല്ല. പക്ഷേ എല്ലോയ് വീൽസ് അഡീഷണൽ ആഫ്റ്റർ മാർക്കറ്റ് കൊടുത്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കിലോമീറ്റർ ഒരുപാട് ഓടിയോ? 65,000 കിലോമീറ്റർ. ജെനുവിൻ സിംഗിൾ ഓണർ വണ്ടി. ഇപ്പൊ നിലവിൽ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ ഒന്നുമില്ല. KL 33 രജിസ്ട്രേഷൻ ആണ്. 2019 മോഡൽ സ്വിഫ്റ്റ്. അതെ. നിങ്ങൾ എത്രയ്ക്ക് കൊടുക്കുന്നുണ്ടോ? 595 ആണ് വില. നമുക്ക് കുറച്ച് കൊടുക്കാം. ബാർഗൈനിങ് ആണെങ്കിൽ ആള് വന്നു കഴിഞ്ഞാൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കും. ഫുൾ ലോണിനുള്ള രീതിയിൽ വണ്ടിക്ക് റേറ്റ് ആക്കി കൊടുക്കില്ലേ? ചെയ്യാം. പ്രൊഫൈൽ റെഡിയാണ്, നമുക്ക് ലോണൊക്കെ ചെയ്യാം. ശരി. റിയാസ്ക്ക് അടുത്ത ഇന്നോവ 2013 മോഡൽ G4 നമ്പറായ വണ്ടിട്ടാ. ഇത് രജിസ്ട്രേഷൻ എവിടെയാണ് വരുന്നത്? നിലവിൽ KL 65 തിരൂരങ്ങാടി അല്ലേ? തിരൂരങ്ങാടി. G4 ആണ്. പക്ഷെ പ്ലേറ്റിന്റെ ആഫ്റ്റർ മാർക്കറ്റ് എല്ലോ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓണർഷിപ്പ് 2 3 ഇത് 3 ഓണർഷിപ്പ്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ഇത് 160 കിലോമീറ്റർ ഓടിയുണ്ട്. ഓക്കെ. ഇപ്പൊ 2013 മോഡൽ G4 റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? 635 ചോദിക്കണേ. വില നമുക്ക് കുറച്ച് കൊടുക്കാം. 5.5 ലോൺ കിട്ടുമോ? തീർച്ചയായിട്ടും കൊടുക്കാം. 5.5 മുകളിൽ ലോൺ കിട്ടുമോ? അത് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ശരി. റിയാസ്ക്ക് അടുത്തത് 2015 മോഡൽ സ്വിഫ്റ്റ് VDI സിംഗിൾ ഓണർ വണ്ടി. 90,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. ഡീസലാണ്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 20ന്റെ മുകളിലും കിട്ടും. എല്ലാ വണ്ടിയും സെൻട്രൽ ലോക്ക് വർക്കിംഗ് ആട്ടോ. എല്ലാം തുറക്കുന്നേരം കരയുന്നുണ്ട്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 4,45,000. കുറയും. വില നമുക്ക് കുറച്ച് കൊടുക്കാം. മാക്സിമം കുറച്ച് കൊടുക്കും. മാക്സിമം. അടുത്തത് 2012 G4 അല്ല, V ആണ്. മാറ്റം വന്നിട്ടുണ്ട്. നമ്പറായ വണ്ടിട്ടാ. ഓക്കെ. KL 85 എവിടെയാണ് വരുന്നത്? ചുങ്കം. ഫറോക്ക് ചുങ്കം. V അതിനെ കൊണ്ട് 2 എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്ന ഫീച്ചേഴ്സും വരുന്നുണ്ട്. കിലോമീറ്റർ 2 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. കേരള വണ്ടിയല്ലല്ലോ? റീവണ്ടി അല്ലേ? 2012 ഇന്നോവ ടൈപ്പ് 4 V. അപ്പം റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 6,45. മുന്നേ നമ്മൾ 13 V കണ്ടത്, അല്ല 13 G4 കണ്ടത് 6,35. ഇത് 12 G4 അല്ല, V ആണ്. അതിനെ കൊണ്ടുള്ള റേറ്റ് വ്യത്യാസം. എടുക്കുന്ന നിലവിൽ വർക്കുകളൊന്നും ഒന്നുമില്ല. വിശ്വസിച്ചെടുക്കാം. ലോണൊക്കെ എത്ര പറയാം? 12 V ഏകദേശം 5.5 പറഞ്ഞോളി. 5.5. അടുത്ത് ബെൻഡോ ഓട്ടോമാറ്റിക് ഡീസൽ ആട്ടത്. DSG ട്രാൻസ്മിഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഡീസലാണ്. ഓക്കെ. 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 2015 വെൻഡോ 1.25 ലക്ഷം കിലോമീറ്റർ. DSG ഗിയർ ബോക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഇത് ഏത് വേരിയന്റിലാണ്? ഹൈലൈനിലാണെങ്കിൽ കമ്പനി അലോയ്സ് മാറിയിട്ട് TN വീൽസിലേക്ക് മാറിയിട്ടുണ്ട്. ഉക്കടത്തുള്ള അത്യാവശ്യം നല്ല അലോയ്സ് തന്നെയാണ്. ആഫ്റ്റർ മാർക്കറ്റ് ആണെങ്കിലും. ഇപ്പൊ റേറ്റ് എത്ര വയ്ക്കുന്നത്? 4,90,000. 490. ലോണൊക്കെ വോൾസ്വാഗന്റെ വണ്ടിയല്ലേ? ഏകദേശം ഫുൾ എമൗണ്ട് ആണ് ലോൺ ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഫുൾ ലോൺ കയറും അല്ലേ? എടുക്കുന്ന ഇപ്പൊ നല്ല വർക്കൊന്നും ഇല്ലല്ലോ? വർക്ക് പെൻഡിങ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ. അടുത്ത ബെൻസ് 2013 മോഡല് C ക്ലാസ് 220 DL രജിസ്ട്രേഷൻ കാണുന്നുണ്ട്. ഡൽഹി വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? സിംഗിൾ ഓണർ. ഇപ്പൊ NOC ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി എടുക്കുന്ന ആള് സെക്കൻഡ് ഓണർ ആവും. സെക്കൻഡ് ഓണർ ആവും. C220 2013 മോഡൽ. കിലോമീറ്റർ 85,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണോ? അതെ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. NOC ആക്കിയിട്ടാണോ കൊടുക്കുക, അല്ലെങ്കിൽ കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കുമോ? NOC നമുക്ക് 8 രൂപ കൊടുക്കുന്നത്. NOC 8 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. മാറ്റുകയാണെങ്കിൽ ഏകദേശം എത്ര രൂപയുടെ ചെലവുണ്ടാവും? ഒരു 2 രൂപയൊക്കെ നമ്പർ ആക്കാൻ ഏകദേശം വരും. അടുത്തത് 2017 മോഡൽ Z ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് KL 56 കൊയിലാണ്ട് രജിസ്ട്രേഷൻ. ഇത് കേരള വണ്ടിയാണോ റീവണ്ടിയാണോ? ഒറിജിനൽ കേരള വണ്ടി. സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. കറക്റ്റ് സർവീസ് വണ്ടി. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 170 അല്ലേ? അപ്പോൾ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
അപ്പം നിലവിൽ 1.70 ഓടി എന്നുള്ളതിനെ കൊണ്ട് ടൊയോട്ടയാണ് ഒന്നും പറ്റാനില്ല. അതേ സമയത്ത് വേറെ റീപ്ലേസ് അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല. മൈലേജ് ഒക്കെ എന്തോരം കിട്ടുന്നുണ്ടോ? മൈലേജ് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായാലും 10 ആ റേഞ്ചിൽ വരും അല്ലേ? അതെ. ഡീസലാണ് 2.8. അതെ. റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? 18.5 വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊടുക്കാം. സെഡ് എന്നുള്ള ടോപ്പ് എൻഡ് വേരിയന്റ് ആയതുകൊണ്ട് G4 അല്ല, 15 രൂപ വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് മാക്സി ട്രക്കാണ് 2022 മോഡൽ ബൊളേറോ അല്ലേ? ബൊലേറോ. ഇത് 4 വീല് വരുന്നില്ലല്ലോ ഇതില്? ഇല്ല. പേപ്പറൊക്കെ സമയമുണ്ട്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ആകെ 30,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ. ഇത് മോഡൽ 2022 പറഞ്ഞേ? അതെ. കിലോമീറ്റർ 30,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സെക്കൻഡ് ഓണർ. ഇതിപ്പോ ഇതിന്റെ ബ്രേക്ക് ഒക്കെ എന്നാ വരിക? അതെ. പേപ്പർ പുതിയ പേപ്പർ എടുത്ത വണ്ടിയാ? അതെ. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. എത്ര ചോദിക്കുന്നത്? ഇത് 6 ലക്ഷം റുപ്യ ചോദിക്കണേ. വില നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? ലോണൊക്കെ ഏകദേശം ഒരു 5 റുപ്യ. 5 രൂപയ്ക്ക് അടുപ്പിച്ച് കൊമേഴ്ഷ്യൽ വണ്ടിയാണ്. അപ്പൊ അതിനെ കൊണ്ട് തന്നെ ലോണിന്റെ അകത്തും വാല്യൂഷൻ വ്യത്യാസമുണ്ട്. 2013 മോഡല് ഫോർച്യൂണർ ഓട്ടോമാറ്റിക് ആണ്. 2 വീൽ ഓട്ടോമാറ്റിക്. KL84 വരുന്നത് എവിടെയാ? കൊണ്ടോട്ടി. KL84 കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആണ്. അപ്പൊ റീവണ്ടിയാണ്. റീവണ്ടി. ഓക്കെ. ഇത് ഓട്ടോമാറ്റിക് 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? അതെ. ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? ഇത് 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ. 2013 2 വീൽ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ 1.80 അടുത്ത് ഓടിയിട്ട് കാണുന്നുണ്ട്. നിലവിൽ റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? ലോണ് 2013 ആകുമ്പോൾ ഒരു 10 റുപ്യയിലുള്ളൊക്കെ ലോൺ ചെയ്യാം നമുക്ക്. ഓക്കെ. വണ്ടിക്ക് റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 13 ലക്ഷം റുപ്യ ചോദിക്കണം. വില മാക്സിമം കുറച്ച് കൊടുക്കാം. ശരി. റിയാസ് അടുത്തത് 2015 മോഡൽ G4 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. ഓക്കെ. ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് 8 ലക്ഷം റുപ്യ കൊടുക്കാം. 8 ലക്ഷം രൂപയ്ക്ക് 2015 കൊടുക്കാം. ഇത് G4 ആണോ V ആണോ? G4. സാധാരണ G4 ടൊയോട്ട ഇന്നോവയില് എലോയ്സ് വരൂലല്ലോ. ഇത് എലോയ്സ് ചെയ്താണ്. നിലവിൽ റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല. എടുക്കുന്ന വിശ്വസിച്ചെടുത്തൂടെ? ധൈര്യമായിട്ട് എടുക്കാം. നിലവിൽ പഞ്ചാബ് രജിസ്ട്രേഷനിലാണുള്ളത്. അതെ. അത് നമ്മൾ നമ്പറാക്കി കേരള രജിസ്ട്രേഷൻ ആക്കി കൊടുക്കും. 8 ലക്ഷം രൂപയ്ക്ക്. അതെ. അപ്പൊ അങ്ങനെ ലോണൊക്കെ ചെയ്യാനോ? ലോണൊക്കെ ഇപ്പൊ ചെയ്യാലോ. ഇപ്പൊ പെട്ടെന്ന് നമ്പറാണ്ട്. ലോൺ എത്രയ്ക്കാ? ലോൺ ഏകദേശം നമുക്കൊരു 7 റുപ്യ 7 ലോൺ ചെയ്യാം. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള ഇന്നോവർക്ക് അല്ലേ? അപ്പോൾ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുള്ള വണ്ടിയെ കുറിച്ച് ഡീറ്റെയിൽ കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാക്സിമം റേറ്റ് ഒക്കെ കുറച്ച് കിട്ടുന്നുണ്ടോ, മാക്സിമം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ ലോണും കിട്ടുന്നുണ്ടാവും. മറ്റൊരു വീഡിയോ കാണുമ്പോൾ സൈനിങ് ഓഫ്. അഡിയോസ്.